ഹലോ ഗായ്സ്, വെൽക്കം ടച്ച് മൈ ലൈഫ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഒരു സംഗീത സംവിധായകൻ വന്ന് മലയാള സിനിമയുടെ ഗതി മാറ്റാനായിട്ട് അല്ലെങ്കിൽ സീൻ മാറ്റാനായിട്ട് ഒരു സിനിമ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെയൊക്കെ പറയാൻ നേരത്ത് നമ്മൾ ആദ്യമേ ട്രോളി ഏറി കയറ്റാറാണ് പതിവ്. പക്ഷേ പറഞ്ഞത് ഈ സംവിധാനം ആയതുകൊണ്ടും ഇദ്ദേഹം ഇതിനു മുമ്പ് ചെയ്തു വെച്ചേക്കുന്ന വർക്ക് ഇതൊക്കെ ആയതുകൊണ്ടും നമുക്ക് പുള്ളിക്കാരൻ്റെ മേൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ചെറുതല്ല, വലിയൊരു വിശ്വാസം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം 100% സത്യമായിരിക്കുകയാണ്. കുറച്ചൊന്നുമല്ല, കുറച്ചധികം മലയാള സിനിമയുടെ സീൻ മാറ്റിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. കാര്യം നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. അവിടെ നിന്ന് ഒരുപാട് സിനിമകൾ ഇങ്ങോട്ടേക്ക് വന്ന് നമ്മളെ കാലവാരം നിലത്തടിച്ചിട്ട് പോകാറുണ്ട് പല സമയത്തും. വിജയുടെയും രജനീകാന്തിൻ്റെയും അജിത്തിൻ്റെയും സൂര്യയുടെ ഒക്കെ പടങ്ങൾ കോടിക്കണക്കിന് കളക്ഷനാണ് കൊണ്ടുവന്നത്. അതുമാത്രമല്ല, ഈ സിനിമകൾ ഇവിടെ റിലീസിന് വരുമ്പോൾ ഇവിടുത്തെ മലയാള സിനിമകൾ അതിൻ്റെ കൂടെ ഇറക്കാൻ പേടിച്ച് നിൽക്കുന്ന അവസരങ്ങൾ പോലും നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസരത്തിൽ ഇവിടെ നിന്നൊരു സിനിമ അവിടെ പോയി ഒരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. പണ്ട് കാലത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ ന്യൂഡൽഹി അതുപോലെ CBI ഡയറി എന്ന് പറയുന്നത് മമ്മൂക്കയുടെ ഗ്രേറ്റ് ഫിലിംസാണ്. ഈ രണ്ട് സിനിമകളും അവിടെ വലിയ ട്രെൻഡ് ആ സമയത്ത് ക്രിയേറ്റ് ചെയ്ത സിനിമകളാണ്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ ബാംഗ്ലൂർ ഡേയ്സ് നല്ലൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. പിന്നെ പ്രേമം വളരെ വലിയൊരു ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഇവിടെ നിന്ന് ഒരുപാട് സിനിമകൾ, അതിനുശേഷവും അതിനു മുമ്പും പുലിമുരുകൻ, ലൂസിഫർ, 2018 നമ്മുടെ ഇവിടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ച മലയാളികളുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ സിനിമയാണ്. ഇവിടെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചു. പക്ഷേ റെസ്റ്റ് ഓഫ് ഇന്ത്യ എടുത്ത് നോക്കുമ്പോൾ തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന അതുപോലെ കർണാടകയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെയൊന്നും ഒരു ചലനവും 2018 സൃഷ്ടിക്കാൻ പറ്റിയിട്ടില്ല. OTTയിലൂടെ സൃഷ്ടിച്ചിട്ടുണ്ടാവും, അല്ലാതെ തിയേറ്ററിൽ ഒരു രക്ഷയില്ല. ഒരു പരിപാടി നടന്നിട്ടില്ല അവിടെ. കണ്ണൂർ സ്കൂട്ടർ റിലീസായി, ഇപ്പോൾ ബ്രഹ്മയുഗം ലേറ്റസ്റ്റ് റിലീസായി. ചെറിയ ചെറിയ ചലനങ്ങൾ എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് പ്രേമത്തിന് ശേഷം ഹെവി തരംഗമാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. തരംഗം എന്ന് പറയുമ്പോൾ അവിടെ റിലീസായ തമിഴ് സിനിമകൾ ഒരുപാടുണ്ട് ഈ മാസം. ആ സിനിമകളെയൊക്കെ വെറും കാഴ്ചക്കാരാക്കി നോക്കി നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പെർഫോമൻസ്, എൻ്റെ പൊന്നെ, അത് കാണാൻ നേരത്തുണ്ടല്ലോ. കാര്യം നമ്മുടെ ഇവിടെ ഒരു വിജയ് സിനിമ, രജനി സിനിമയൊക്കെ റിലീസ് ആകുന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മലയാള സിനിമകൾ ഇങ്ങനെ വരും, എങ്ങനെയെങ്കിലും കുറച്ച് സ്ക്രീൻസ് പിടിക്കും, കഷ്ടിച്ച് നിന്ന് പോകുന്നതല്ലാണ്ട് ഒരു കളക്ഷനും കിട്ടാറില്ല ഇവിടെ വരുന്ന സിനിമകൾക്ക്. ഇപ്പോൾ ലിയോയുടെ കൂടെ റിലീസായ സിനിമകൾ എടുക്കാം, ജയിലറിൻ്റെ കൂടെ റിലീസായ സിനിമകൾ എടുക്കാം. ആ സമയത്തൊക്കെ മലയാള സിനിമയ്ക്ക് വളരെ മോശം അവസ്ഥയായിരുന്നു. ഇവിടെ ഇറങ്ങിക്കൊണ്ടിരുന്ന പടക്കക്കടയായിരുന്നു, പെട്ടിക്കട വുഡായിരുന്നു മോളിവുഡ്. ഇപ്പോഴാണ് നല്ലൊരു വുഡായിട്ട് മാറിയത്. അപ്പം അങ്ങനെ ഒരു അവസരത്തിലാണ് മഞ്ഞുമൽ ബോയ്സ് അവിടെ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ബാക്കി തമിഴ് സിനിമകളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നു. തമിഴ് സിനിമാ ലോകം മൊത്തം നോക്കി നിൽക്കുന്നു. കമൽഹാസൻ നോക്കി നിൽക്കുന്നു, സിദ്ധാർത്ഥ്, കാർത്തിക് സുബ്രാജ്, അതുപോലെ നമ്മുടെ ഉദയതി സ്റ്റാലിൻ, എല്ലാവരും ഈ സിനിമേനെ പ്രശംസിക്കുന്നു. വേറെ ലെവലിലേക്ക് പോയി. 2024 ഫസ്റ്റ് ഹാഫിൻ്റെ തുടക്കം തന്നെ ഇത്രയും ഗംഭീരമാക്കിയ ഒരു ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല. നമ്മുടെ മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി മാത്രമാണ്. അതിൽ നമുക്ക് 100% അഭിമാനിക്കാൻ ഗൈസ്. കാര്യം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഇന്നലെ ശനിയാഴ്ചയാണ്. ഇന്നലെ കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നമ്മുടെ ബുക്കിങ്ങിന് അഡ്വാൻസ് സെയിൽസ്, അതായത് നമുക്ക് അഡ്വാൻസ് സെയിൽസ് കൂട്ടുമല്ലോ ഒരു പടത്തിൻ്റെ. ഇപ്പോൾ ഇന്നത്തെ അഡ്വാൻസ് സെയിൽസ് നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നാളെ ഇതിൻ്റെ ഇന്നത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ, ഫസ്റ്റ് അല്ലല്ലേ എന്നായിരുന്നു ഇന്നലത്തെ അഡ്വാൻസ് സെയിൽസ്, അതായത് ദിവസം ക്ലോസ് ആവുന്നതിന് മുമ്പ് അഡ്വാൻസ് വന്ന സെയിൽസ് നോക്കുകയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിനേക്കാൾ കൂടുതലാണ്. ഏകദേശം 4 കോടിക്ക് അടുത്താണ് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം വന്നേക്കുന്ന അഡ്വാൻസ് സെയിൽസ്. അപ്പോൾ ഒരു ദിവസം 4 കോടി കളക്ഷനൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് നമ്മുടെ മലയാള സിനിമ, അതും തമിഴ്നാട്ടിൽ മാറിയെന്ന് പറയാൻ നേരത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് എന്ത് വേണമല്ലേ. ഒരു സിനിമാ പ്രേമി എന്ന നിലയ്ക്ക് എക്സ്ട്രീംലി ഹാപ്പിയാണ് ഗൈസ് അത് കാണാൻ നേരത്ത്. അവിടുത്തെ ഓഡിയൻസിൻ്റെ ഈ ഒരു സിനിമയ്ക്ക് അവർ കൊടുക്കുന്ന ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് അവർ സെലിബ്രേറ്റ് ചെയ്യേണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് കമൽഹാസൻ റെഫറൻസ് ഉണ്ട്, ഗുണ മൂവി റെഫറൻസ് ഉണ്ട്. ആ പാട്ടൊക്കെ ഈ സിനിമയ്ക്കകത്ത് വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതൊക്കെയാണ് അവന്മാർ കൂടുതലായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരു മലയാള സിനിമയുടെ ടെക്നിക്കൽ സൈഡും ക്വാളിറ്റിയും അഭിനയ മികവും എല്ലാം കണ്ടുകൊണ്ട് കൈയടിക്കുകയാണ് അവന്മാർ. ഒരു ഡയറക്ടറിൻ്റെ രണ്ടാമത്തെ സിനിമയാണെന്ന് ഓർക്കണേ. ജാനേമാനാണ് ഇതിനു മുമ്പ് ഡയറക്ടർ ചെയ്ത സിനിമ, രണ്ടാമത്തെ സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. അപ്പോൾ ആ രണ്ടാമത്തെ സിനിമയിൽ തന്നെ ഇത്രയും വലിയൊരു പീക്ക് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് സമ്മാനിച്ച ചിദംബരം ബായ്, നിങ്ങൾ വേറെ ലെവലാണ് ബായ്. ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, നിങ്ങൾ കുറച്ചുകൂടി ലോങ് ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഇനി അങ്ങോട്ട് ലോങ് അല്ല, അതിൻ്റെ അപ്പുറത്തെ ലെവലിലേക്ക് നിങ്ങൾ അറിയപ്പെടും. എന്തായാലും വേറെ ലെവലാണ്. പിന്നെ കഴിഞ്ഞ വർഷം മലയാളികളുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞാണ് ഇൻഡസ്ട്രിയൽ ഹിറ്റ് അടിച്ചതെങ്കിൽ ഈ വർഷം കുറച്ച് മലയാളി പയ്യന്മാരുടെ അതിജീവനത്തിൻ്റെ കഥ പറഞ്ഞ് തന്നെ ഇൻഡസ്ട്രിയൽ ഹിറ്റ് നമ്മൾ തൂക്കിയിരിക്കും. കേരളത്തിലും ഇൻഡസ്ട്രിയൽ ഹിറ്റ് ആകട്ടെ. മഞ്ഞുമൽ ബോയ്സ് ആ ലെവലിലുള്ള ട്രെൻഡ് തന്നെയാണ് കേരള ബോക്സ് ഓഫീസിൽ നടക്കുന്നത്. അതിൻ്റെ അപ്പുറത്തെ ട്രെൻഡ് തമിഴ്നാട്ടിൽ നടക്കുന്നതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. കാര്യം ഇതൊക്കെ കണ്ട് നമുക്കൊരു വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം ഇൻസെയിൻ തൂക്കം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ബോക്സ് ഓഫീസ് കൊലപാതകം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ഒരു മോളിവുഡ് സിനിമ അത് വേറൊരു സ്ഥലത്ത് പോയി കാണിക്കുമ്പോഴാണ് അതിന് കുറച്ചുകൂടി ഒരു രോമാഞ്ചം തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഗൈസ്. കാര്യം നിങ്ങളൊരു മലയാള സിനിമ സ്നേഹിയാണെങ്കിൽ 100% അഭിമാനിക്കേണ്ട കാര്യം തന്നെയാണ്. മഞ്ഞുമൽ ബോയ്സ് ഇവിടെ റിലീസായപ്പോഴത്തേക്കും കുറച്ച് പേരെങ്കിലും ഒക്കെ വന്ന് നെഗറ്റീവ് അടിക്കുന്ന കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ബ്രഹ്മയുഗമൊക്കെ റിലീസായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞുമലൊക്കെ വന്ന് തകർത്തടിക്കാൻ നേരത്ത് കൂടുതൽ ആളുകൾ കുറയാൻ സാധ്യതയുണ്ട് ബ്രഹ്മയുഗത്തിനൊക്കെ. ബ്രഹ്മയുഗം എന്ന് പറയുന്ന ഡീസൻറ്റ് പടമല്ലേ. ആ പടം എക്സ്പെരിമെൻ്റൽ സ്റ്റഫ് വെച്ച് 50 കോടി അടിക്കുക എന്ന് പറയുന്നത് 500 കോടിക്ക് തുല്യമാണ് ആ 50 കോടി. അത് തന്നെ മതി.
അപ്പോൾ മമ്മൂക്ക ഫാൻസ് മഞ്ഞുമലിനെ ട്രോളിൻ്റെ കാര്യമില്ല. തുടക്കം കുറച്ച് ട്രോളൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഏക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്ന മണ്ടന്മാർ എന്ത് പറയാനാണ്. ഇത് എല്ലാ സിനിമ ഇറങ്ങുമ്പോഴും ഉണ്ടാവും. എനിക്ക് ബ്രഹ്മയുഗം ഇറങ്ങിയപ്പോഴും മോഹൻലാൽ ഫാൻസിൻ്റെ വക ഉണ്ടായിരുന്നു. ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് തുടക്കം ആ ട്രെൻഡിലേക്ക് വന്ന സമയത്ത് മമ്മൂക്ക ഫാൻസിൻ്റെ വകയായിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മോശം പരിപാടിയാണ്. അതൊക്കെ ആവശ്യമില്ലാത്ത പരിപാടിയാണ് മോളിവുഡിൽ. അതൊക്കെ ഒന്ന് ഒഴിവാക്കിയാൽ തന്നെ ഈ ഇൻഡസ്ട്രി അടുത്ത ലെവലാണ്. എന്തായാലും ഈ മാസം 3 സിനിമകൾ, ബ്രഹ്മയുഗം, പ്രേമലു അടുത്ത ആട്ടം തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്ത ആട്ടം പോതുമാ കുളന്തി എന്നൊക്കെ പറയുന്ന രീതിയിൽ അടുത്ത ഒരു നെക്സ്റ്റ് ആട്ടം പ്രേമലുവിൻ്റെ കാണാൻ പോകുന്നുണ്ട്. തെലുങ്ക് ഡബ്ബ് കഴിഞ്ഞിട്ട് രാജമൗലിയുടെ മോനാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര വലിയൊരു റിലീസ് കിട്ടും. പിന്നെ ആ സിനിമ ഇപ്പം ഞാൻ കണ്ടതാണ്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും. ആ സിനിമയുടെ ഒരു ലെവൽ വെച്ച് റോംകോം ജനറലി വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന പടമാണ്. ലവ് ടുഡേ കണ്ടപ്പോഴത്തേക്കും ഞാൻ തിയേറ്ററിൽ നിന്ന് എത്രത്തോളം ചിരിച്ചു അതിൻ്റെ 10 ഇരട്ടിയാണ് പ്രേമലു സിനിമ കണ്ട് ചിരിച്ചത്. അപ്പം അങ്ങനെയൊക്കെ പറയാൻ നേരത്ത് നീ എന്ത് കണ്ണാപ്പിയാണെന്നൊന്നും ചോദിക്കില്ലേ. പ്രേമലു ഒക്കെ ക്രിഞ്ച് പടമാണെന്നും പറയരുത്. അതൊരു അടിപൊളി പടം തന്നെയാണ്. അപ്പോൾ ആ സിനിമയും ഇനി അതിൻ്റെ അൾട്ടിമേറ്റ് പെർഫോമൻസിലേക്ക് കടക്കാൻ പോകുന്നേ ഉള്ളൂ. തെലുങ്ക് റിലീസും കൂടി ഒന്ന് കഴിഞ്ഞു വിട്ടെ. അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സിനിമ ക്ലച്ച് പിടിച്ചു കഴിഞ്ഞാൽ പിടിച്ചതാണ്. ഗംഭീര കളക്ഷൻ കിട്ടും. മഞ്ഞുമൽ ബോയ്സും തെലുങ്കിൽ റിലീസാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മാർച്ച് 15 എന്തോ ആണെന്നോ റിലീസാകുന്നത്. അപ്പോൾ ഈ 2 സിനിമയും കൂടി കേരള ബോക്സ് ഓഫീസിൻ്റെ അല്ല, മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രീനെ അടുത്ത ലെവലിലേക്ക് എത്തിക്കും. അതിൽ മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്നത് പീക്ക് ലെവൽ ഓഫ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് എല്ലായിടത്തുള്ള പ്രേക്ഷകർക്ക് സമ്മാനിക്കട്ടെ. പറ്റുമെങ്കിൽ ഹിന്ദിയിലും കൂടെ റിലീസ് ചെയ്യണം. എന്തിനാണ് വൈകിപ്പിക്കണത്? ബ്രഹ്മയുഗം എന്ന് പറയുന്നത് എല്ലാ ഭാഷയിലും ഡബ് ചെയ്ത് റിലീസായ സിനിമയാണ്. പക്ഷേ അതൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റഫാണ്. അതിന് എല്ലാവരും ടിക്കറ്റ് എടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. 100% എക്സ്പെരിമെൻ്റൽ സിനിമകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിനിമകൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കും. പക്ഷേ നോർമൽ ഓഡിയൻസിന് തിയേറ്ററിലേക്ക് കൊണ്ട് എത്തിക്കാൻ ബ്രഹ്മയുഗത്തിന് കേരളത്തിൽ സാധിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രഹ്മയുഗത്തിന് നടക്കാതെ പോയത് പ്രേമലു അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സ്, ഈ 2 എൻ്റർടൈനിങ് സിനിമകൾ കൊണ്ട് അല്ലെങ്കിൽ ഈ 2 അടിപൊളി സ്റ്റഫുകൾ കൊണ്ട് എന്തായാലും നടക്കും. പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് വെച്ച് എനിക്ക് തോന്നുന്നു ഹിന്ദിയിൽ റിലീസ് ചെയ്താൽ പോലും നല്ല രീതിയിലുള്ള ഓളം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും ഉണ്ടാക്കി നിൻ്റെ സിനിമ അണിയറയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അതൊന്ന് പെട്ടെന്ന് ചെയ്തിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. കാര്യം എന്തായാലും ഇവിടെയൊക്കെ സൗത്ത് ഇന്ത്യയിൽ ഈ ട്രെൻഡ് നോർത്ത് ഇന്ത്യയിലേക്കും ബാധിക്കാനും അവിടെ ഇപ്പം നല്ല സിനിമയൊന്നും ഇറങ്ങുന്നില്ല. എന്താണ് ഇറങ്ങുന്നത്? കഴിഞ്ഞ മാസം എനിക്ക് തോന്നുന്നു ഫൈറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു തിയേറ്ററിൽ ഇറങ്ങി കുറച്ചൊരു ഓളം ഉണ്ടാക്കിയ സിനിമ. അതിൽ ആ ഫൈറ്റർ പോരാന്ന് പറഞ്ഞാൽ കളക്ഷൻ വൈസ് അതും പോരാ. അപ്പം ഒരു നല്ലൊരു സിനിമ അവിടെ കൊണ്ടായാൽ അവർക്ക് കൂടി എക്സ്പീരിയൻസ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡസ്ട്രി അടുത്ത ലെവലിലേക്ക് പോയി മാറും. നമ്മുടെ ഇൻഡസ്ട്രി, മോളിവുഡ് ഫിലിം ഇൻഡസ്ട്രി. അപ്പം എന്തായാലും നടക്കട്ടെ അല്ലേ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യുക. രണ്ടാണെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അത് മാത്രമല്ല മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദുരന്തങ്ങളെ ഒന്ന് തിയേറ്ററിൽ പോയി ആ സിനിമ ആണ്. അതൊന്നും തിയേറ്ററിൽ പോയി കണ്ടില്ലെങ്കിൽ നിങ്ങൾ മിക്സ് ആക്കാൻ പോകുന്നത് മലയാള ഫിലിം ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ എന്ന് പറയുന്നില്ല, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് സർവൈവൽ ത്രില്ലറിൻ്റെ തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ മിസ് ചെയ്യാൻ പോകുന്നത്. തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ഇനി കൊണ്ടാടാൻ പോകുന്ന ഒരു ചിത്രത്തിൻ്റെ തിയേറ്റർ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്ത് കാണുക. 100% ഗ്യാരണ്ടി. എൻ്റെ ഗ്യാരണ്ടി അല്ല, അതിന് ഇപ്പോൾ എല്ലായിടത്തുള്ള ആളുകളുടെ ഗ്യാരണ്ടി ഉണ്ട് ആ സിനിമയ്ക്ക്. അത്രയ്ക്ക് ഗംഭീരമാണ് സിനിമ. ഇപ്പോൾ 2024 തുടക്കത്തിലേ നമ്മൾ ഗംഭീരമാക്കിയിട്ടുണ്ട്. അടുത്ത വർഷമല്ല, കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ചീത്ത കേട്ട ഇൻഡസ്ട്രി ആണെങ്കിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ നല്ലത് കേൾക്കാൻ പോകുന്നത് ഈ ഇൻഡസ്ട്രി തന്നെയായിരിക്കും. ചവറ് പടങ്ങളൊന്നും ഇനി കൊണ്ട് ഡംപ് ചെയ്യരുത് തിയേറ്ററിലേക്ക് എന്നാണ് ആഗ്രഹിക്കുന്നത്. പുതിയ ഇതേപോലുള്ള വെടിച്ചിൽ ഐറ്റംസ് വരട്ടെ. എന്തായാലും മഞ്ഞുമൽ ബോയ്സ് ഇൻഡസ്ട്രിയുടെ തന്നെ ഗതി മാറ്റിയ സിനിമ, സീൻ മാറ്റിയ സിനിമ. ഇനി കുറച്ചധികം സീനുകൾ കൂടി മാറ്റി എഴുതിയതിന് ശേഷം മാത്രമേ തിയേറ്ററിൽ നിന്ന് പോകത്തുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പാണ്. സീൻ മാറ്റട്ടെ. ഫസ്റ്റ് 300 കോടി എന്നുള്ള ലെവലിലേക്കൊക്കെ മഞ്ഞുമൽ ബോയ്സ് മലയാള ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് മാറട്ടെ. 180 സംതിങ് കോടിയാണ് എനിക്ക് തോന്നുന്നു 2018 ഇൻഡസ്ട്രിയൽ ഹിറ്റായപ്പോൾ അടിച്ചത്. അപ്പോൾ അതിന് മേളിലേക്ക് എന്തായാലും പോകും. 200 കോടിക്ക് മുകളിൽ പോകാനായിട്ടുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത് പാൻ ഇന്ത്യൻ സക്സസ് ആയിക്കഴിഞ്ഞാൽ, സൗത്ത് ഇന്ത്യൻ സക്സസ് എങ്കിലും ആയിക്കഴിഞ്ഞാൽ തന്നെ ഒരു 300 കോടിയൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് എത്തട്ടെ. 100% ആശംസിക്കുന്നു. അപ്പം ബൈ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.